നമസ്കാരം. വിഭജനകാലം മുതൽ പാകിസ്ഥാനികൾ കണ്ടുമോഹിച്ചതും ഭ്രമിച്ചതും കൈയടക്കാൻ വേണ്ടി രക്തപ്പുഴ ഒഴുക്കിയതും ഇന്ത്യയുടെ തലപ്പത്തുള്ള കാശ്മീർ സംസ്ഥാനത്തിന് വേണ്ടിയാണ്. ഒടുവിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ അഭിമാന പ്രശ്നമായി മാറി. ഏറ്റവും ഒടുവിലെ പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ കാശ്മീരുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനികൾ നടത്തിക്കൂട്ടിയ ആക്രമണ പരമ്പരകളുടെ ചരിത്രമാണ് ഇന്ത്യ കണ്ടത്. കശ്മീരിന്റെ മഞ്ഞുകട്ടകളിൽ പലപ്പോഴും രക്തത്തിന്റെ ചുവപ്പ് മൂടിയത് പാകിസ്ഥാനികൾ തീറ്റിപ്പോറ്റി വളർത്തിയ തീവ്രവാദികളാണ്. ആ തീവ്രവാദികളെ കൊണ്ട് ഇന്ത്യയെ നശിപ്പിച്ചു കളയാമെന്നും ഹൈന്ദവ രാഷ്ട്രത്തിനെ പച്ചമുക്കി മുസ്ലിം തീവ്രവാദം വളർത്തിയെടുക്കാമെന്നും കരുതിയ പാകിസ്ഥാനികൾക്കെതിരെ ഒടുവിൽ കശ്മീരിൽ നിന്ന് വിഭജിച്ച് പാകിസ്ഥാന്റെ ഭാഗമാക്കിയ പാക് അധീന കശ്മീരിലെ ജനത തന്നെ മുറവിളി കൂട്ടുകയാണ്. മോദിയെ ഒരു നോക്കു കാണാൻ വേണ്ടി, ഇന്ത്യയുടെ വാതിൽ തുറക്കാൻ വേണ്ടി. മോദിയെ ദൈവത്തിനെ പോലെ കണ്ട് നിലവിളിക്കുകയാണ്. മോദിയുടെ ഭരണത്തിന് കീഴിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി, ഇന്ത്യയിൽ ലയിക്കാൻ വേണ്ടി. ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ മഞ്ഞ് പെയ്യുമ്പോൾ അതിന്റെ വെള്ളനിറത്തിനടിയിൽ മറഞ്ഞുകിടക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ സംഘർഷങ്ങളുടെ ഓർമ്മകൾ കൂടിയാണ്. കശ്മീർ എന്ന പേര് ഉച്ചരിക്കുമ്പോൾ ലോകം കാണുന്നത് ഒരു ഭൂപടത്തിലെ അതിർത്തിയെയാണ്. എന്നാൽ ആ അതിർത്തിയുടെ ഇരുവശത്തും ജീവിച്ചവർക്ക് അത് രാഷ്ട്രീയത്തിന്റെ വരയല്ല, ജീവിതത്തിന്റെ മുറിവാണ്. 1947 വിഭജനത്തിന് പിന്നാലെ രൂപം കൊണ്ട ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായി കശ്മീർ മാറി. അതിനുശേഷം യുദ്ധങ്ങളും അതിർത്തി സംഘർഷങ്ങളും അനേകം സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചു. ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടനുസരിച്ച് മുഴുവൻ ജമ്മു കാശ്മീരും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള പ്രദേശം ഇന്ത്യയുടെ ഭാഗമാണെന്ന നിലപാടും ഇന്ത്യ തുടർച്ചയായി ആവർത്തിച്ചു. ഇതിനിടെ പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള കശ്മീരിൽ ഭരണപരമായ അവഗണന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചൊല്ലിയുള്ള ആശങ്കകൾ എന്നിവ ഉയരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇടയ്ക്കിടെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ചില പ്രാദേശിക നേതാക്കളും സംഘടനകളും കൂടുതൽ സ്വയംഭരണവും വികസനവും ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. ചില റിപ്പോർട്ടുകളിൽ ഇന്ത്യയുമായി കൂടുതൽ ഇടപെടൽ വേണമെന്ന അഭിപ്രായങ്ങൾ പോലും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷങ്ങളിലായി കശ്മീരിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും നിക്ഷേപങ്ങൾക്കും മുൻഗണന നൽകുകയും ചെയ്തു എന്നതാണ് വാസ്തവം. മറുവശത്ത് മനുഷ്യാവകാശം, സുരക്ഷ, ജനാധിപത്യാവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പാക് അധീന കാശ്മീരിൽ ഉയരുന്ന ശബ്ദങ്ങൾ ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നു. ദീർഘകാല സംഘർഷത്തിന്റെ വില ഏറ്റവും കൂടുതൽ നൽകിയിരിക്കുന്നത് അതിർത്തികളിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളല്ലേ എന്നത്. ഭരണം, വികസനം, സുരക്ഷ, ജനാധിപത്യാവകാശം, ഈ 4 ഘടകങ്ങളും ഒരുപോലെ ഉറപ്പാക്കാതെ സ്ഥിരമായ സമാധാനം സൃഷ്ടിക്കാൻ കഴിയുമോ? ഇതിന്റെ ഉത്തരമാണ് വരുംകാല രാഷ്ട്രീയത്തിന്റെയും നയതന്ത്രത്തിന്റെയും പ്രധാന പരീക്ഷ. ചരിത്രത്തിന്റെ പുസ്തകങ്ങൾ ചിലപ്പോൾ വിജയികളുടെ കഥകൾ എഴുതും. എന്നാൽ അതിർത്തിയിലെ മണ്ണ് പറയുന്നത് മറ്റൊരു ചരിത്രമാണ്. ഓരോ വെടിയൊച്ചയ്ക്കും ശേഷം നിശബ്ദമായ ഗ്രാമങ്ങൾ, ഓരോ വെടിനിർത്തൽ ലംഘനത്തിനും ശേഷം തകർന്ന വീടുകൾ, ഓരോ രാഷ്ട്രീയ തീരുമാനത്തിനും ശേഷം അനിശ്ചിതത്വത്തിലായ കുടുംബങ്ങൾ, അവയാണ് കശ്മീർ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ സാക്ഷികൾ. 1947 മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കശ്മീരിനെ ചൊല്ലി നിരവധി യുദ്ധങ്ങളും അതിർത്തി സംഘർഷങ്ങളും നടന്നിട്ടുണ്ട്. കാലക്രമേണ പ്രശ്നം സൈനികമോ നയതന്ത്രപരമോ ആയ വിഷയത്തിൽ ഒതുങ്ങിയില്ല. സാധാരണ ജനങ്ങളുടെ ജീവിതം, സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, വികസനം എന്നിവയെല്ലാം അത് ബാധിച്ചു. ഇന്ത്യയുടെ നിലപാട് എല്ലായ്പ്പോഴും വ്യക്തമാണ്. പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള കശ്മീർ ഉൾപ്പെടെ മുൻ ജമ്മു കാശ്മീർ സംസ്ഥാനം മുഴുവനും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഇന്ത്യ ഭരണഘടനാപരമായും നയതന്ത്രപരമായും ആവർത്തിക്കുന്നുണ്ട്. മറുവശത്ത് പാകിസ്ഥാൻ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. ഈ തർക്കം പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര ചർച്ചകളുടെയും ഇരു രാജ്യ ബന്ധങ്ങളുടെയും കേന്ദ്ര വിഷയമായി തുടരുകയാണ്. ഇക്കാലയളവിൽ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ത്യ നിരന്തരം ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. വിവിധ ഭീകരാക്രമണങ്ങൾക്കു ശേഷം ഇന്ത്യ പാകിസ്ഥാനിലെ ചില സംഘടനകൾക്ക് പിന്തുണ ലഭിക്കുന്നുവെന്ന് ആരോപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഈ ആരോപണങ്ങൾ പലപ്പോഴും നിഷേധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള കശ്മീരിൽ ഉയരുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഭരണപരമായ അവഗണന, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പിന്നോക്കാവസ്ഥ, ജനങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധാനം തുടങ്ങിയ വിഷയങ്ങൾ ചില പ്രാദേശിക നേതാക്കളും സാമൂഹിക പ്രവർത്തകരും ഉന്നയിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾ തുടരുന്നതിനിടെ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് പ്രാദേശിക നേതാവ് തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവായ സർദാർ അമൻ ഖാനാണ് ഇന്ത്യയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്നും മാനുഷിക പരിഗണന നൽകി ഇന്ത്യ സഹായങ്ങൾ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. റാവലക്കോട്ടിലെ ഈദ്ഗാഹ് ഗ്രൗണ്ടിൽ നടന്ന വൻ പ്രതിഷേധ റാലിയിലാണ് സർദാർ അമൻ ഖാൻ ഇന്ത്യയോട് സഹായം തേടിയത്. ഞങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം വേണം, ഇവിടെ ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ ക്ഷാമമാണ് എന്ന് അദ്ദേഹം പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്.
നിയന്ത്രണ രേഖ വഴിയുള്ള സിവിൽ യാത്രകൾക്കായി പൂഞ്ച്, ദോഡ മേഖലകൾ തുറന്നു നൽകാൻ ഇന്ത്യ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം മൂലം ജനങ്ങൾ ദുരിതത്തിലാണെന്നും സ്ഥിതി വഷളായാൽ ജനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് മാറാൻ അനുവാദം നൽകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പാക് അധീന കാശ്മീരിൽ പാക് ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. റാലിയിൽ പങ്കെടുക്കുന്ന ജനങ്ങൾ പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിപ്പോലും രംഗത്തിറങ്ങുന്നു. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം വെടിയുണ്ടകൾ കൊണ്ടാണ് അധികൃതർ മറുപടി നൽകുന്നതെങ്കിൽ തങ്ങൾക്ക് മറ്റു വഴികൾ തേടേണ്ടി വരുമെന്ന് അമൻ ഖാൻ മുന്നറിയിപ്പ് നൽകി. പാക് സുരക്ഷാ സേനയുടെ കടുത്ത അടിച്ചമർത്തലുകളെ തുടർന്ന് മേഖലയിൽ ഭക്ഷണത്തിനും മരുന്നിനും കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട്. പ്രതിഷേധത്തിനിടെ ഇതിനോടകം ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് തങ്ങളെ സഹായിക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന പരസ്യമായ ആഹ്വാനം സമര നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത്. പതിറ്റാണ്ടുകളായി ഇസ്ലാമാബാദിലെ ഭരണകക്ഷികൾ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്ന പാറ്റേൺ കേവലം യാദൃച്ഛികമല്ല എന്നും പാക് അധീന കാശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യം സങ്കീർണമാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം മോശമായാൽ നിയന്ത്രണ രേഖയിലേക്ക് നീങ്ങാൻ തയ്യാറാണോ എന്ന അമൻ ഖാന്റെ ചോദ്യത്തിന് തയ്യാറാണ് എന്ന മറുപടിയാണ് ജനക്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായത്. ഹിമാലയത്തിന്റെ കൊടുമുടികൾ ഇന്നും അതേപോലെ നിൽക്കുന്നു. നദികൾ ഇന്നും അതേ ദിശയിൽ ഒഴുകുന്നു. മാറുന്നത് മനുഷ്യരുടെ തീരുമാനങ്ങളാണ്. ചരിത്രം പലവട്ടം തെളിയിച്ചതുപോലെ സംഘർഷങ്ങൾ നാളുകൾ നീണ്ടു നിൽക്കാം. പക്ഷേ സ്ഥിരമായ സമാധാനം സൃഷ്ടിക്കുന്നത് ശക്തമായ സ്ഥാപനങ്ങളും ഉത്തരവാദിത്വമുള്ള ഭരണവും തുടർച്ചയായ നയതന്ത്ര ശ്രമങ്ങളുമാണ്. ഇന്ന് പാക് അധീന കാശ്മീരിനെ കുറിച്ചുള്ള ഓരോ വാർത്തയും ഒരു പ്രദേശത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാത്രമല്ല, ദക്ഷിണേഷ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളെയും മുന്നോട്ട് വയ്ക്കുന്നു. അതിർത്തികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തോടൊപ്പം മനുഷ്യരുടെ സുരക്ഷയും അവകാശങ്ങളും വികസനവും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വവും എല്ലാ ഭരണകൂടങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. ഒടുവിൽ കരുത്തനായ ഒരു നേതാവ് ഭാരതത്തിന്റെ സിംഹാസനത്തിൽ നിന്നപ്പോൾ ഒടുവിൽ അതും സംഭവിക്കുകയാണ്. ഭാരതത്തിന്റെ ഭൂപടം മാറുകയാണ്. പാക്കികൾ കൈയടക്കി വെച്ച് ഭരിച്ചു നശിപ്പിച്ച മണ്ണ് അവിടുത്തെ ജനത ഒടുവിൽ ഭാരതത്തിന്റെ ഭാഗമാക്കുകയാണ്. ഇനി അതിന് ഒരുപാട് കാലം ദൂരമില്ല.